നീറ്റ് എക്സാം എഴുതിയ പ്രിയപ്പെട്ട ഞങ്ങളുടെ കുട്ടികൾക്കും അതുപോലെ തന്നെ രക്ഷിതാക്കൾക്കും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ നൽകാനാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്, അല്ലേ ടീച്ചറെ? അതെ അതെ, കഴിഞ്ഞ മെയ് 3 നടന്ന നീറ്റ് UG 2026 പരീക്ഷ ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. കേന്ദ്ര സർക്കാരും NTA-യുമാണ് ഈ തീരുമാനമെടുത്തത്. ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ നോക്കാം. ആദ്യം നിങ്ങൾക്കുള്ള ഒരു സംശയമായിരിക്കും, എന്തുകൊണ്ടാണ് ഈ ഒരു എക്സാം റദ്ദാക്കിയത് എന്നുള്ളത്, അല്ലേ? പരീക്ഷാ രീതിയിൽ ചില വിട്ടുവീഴ്ചകൾ നടന്നതായി അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുണ്ട്. എല്ലാ വിദ്യാർത്ഥികൾക്കും തുല്യമായ നീതി ഉറപ്പാക്കാനും പരീക്ഷാ സംവിധാനത്തിലുള്ള വിശ്വാസം കാത്തുസൂക്ഷിക്കാനുമാണ് ഈ ഒരു കടുത്ത തീരുമാനം അവർ എടുത്തിരിക്കുന്നത്. ഇനി അപ്പോൾ വിദ്യാർത്ഥികൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ വിഷമിക്കേണ്ട കാര്യമില്ല. മെയ് 3 നടന്ന പരീക്ഷയ്ക്ക് പകരം പുതിയ പരീക്ഷ ഉടൻ തന്നെ നടത്തും. ഇതിന്റെ തീയതികൾ NTA പിന്നീട് അറിയിക്കും. ഇപ്പൊ നിങ്ങൾക്ക് വീണ്ടും വരുന്ന ഒരു ഡൗട്ടാണ്, അതായത് ഇനി എക്സാമിന് വീണ്ടും അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ടോ എന്നല്ലേ? ഒരിക്കലും ഇല്ല. നിങ്ങൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത വിവരങ്ങൾ തന്നെ മതിയാകും. പുതുതായി അപേക്ഷിക്കുകയോ പരീക്ഷാ കേന്ദ്രങ്ങൾ തിരഞ്ഞെടുക്കുകയോ വേണ്ടതില്ല. അതുപോലെ ഫീസ് അപ്പോൾ വീണ്ടും അടയ്ക്കേണ്ടതുണ്ടോ എന്ന് നിങ്ങൾക്കൊരു സംശയമല്ലേ? ഇല്ല, ഏറ്റവും ആശ്വാസകരമായ കാര്യം അതാണ്. നിങ്ങൾ നേരത്തെ നൽകിയ പരീക്ഷാ ഫീസ് നിങ്ങൾക്ക് തിരികെ ലഭിക്കും. റീ എക്സാമിനായി പുതിയ ഫീസ് ഒന്നും നൽകേണ്ടതില്ല. പരീക്ഷ നടത്താനുള്ള ചിലവുകൾ NTA തന്നെ വഹിക്കും. അപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളെ, ഈ വാർത്ത നിങ്ങളിൽ അല്പം പ്രയാസമുണ്ടാക്കുമെന്ന് ഞങ്ങൾക്കറിയാം. പക്ഷേ പരീക്ഷയിൽ ട്രാൻസ്പാരൻസി ആൻഡ് ആക്യുറസി ഉറപ്പുവരുത്താൻ ഇത് ആവശ്യമാണ്. അതുകൊണ്ട് ഒട്ടും തളരാണ്ട് അടിപൊളിയായിട്ട് ഇനി നമുക്ക് കിട്ടുന്ന ആ ഒരു വളരെ കുറച്ച് സമയം, മിനിമം 1 മാസമെങ്കിലും കിട്ടുമല്ലോ മിസ്സേ. അപ്പോൾ ആ ഒരു സമയം അത്രയും നന്നായിട്ട് തന്നെ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. സോഷ്യൽ മീഡിയയിൽ വരുന്ന വ്യാജ വാർത്തകൾ കേട്ട് പേടിക്കരുത് കേട്ടോ. ഗവൺമെന്റിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് വരുന്നത് വരെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ നീറ്റ് 2026 മിഷൻ റീലോഡഡ്.